ചാരനിറത്തിലുള്ള രണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഒരേ സമയം നീറ്റിലേക്ക് ഇറങ്ങുന്നു. അതായത് ഇന്ത്യയുടെ സമുദ്രമേഖല പൂർണ്ണമായും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് യുദ്ധക്കപ്പലുകൾ. ഒന്ന് INS ഉദയഗിരി, മറ്റൊന്ന് INS ഹിമഗിരി. ഈ രണ്ട് യുദ്ധക്കപ്പലുകളും ഇന്ത്യയിലെ രണ്ട് ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചതാണ്. എന്നിട്ട് ഒരേ സമയം അത് കമ്മീഷൻ ചെയ്യുന്നു. അപ്പം ലോകം വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യൻ നാവികസേനയുടെ വളർച്ചയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊൽക്കത്തയിലുള്ള കൊൽക്കത്ത ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഹിമഗിരി എന്ന് പറയുന്ന കപ്പൽ, അതുപോലെ മുംബൈ ആസ്ഥാനമായുള്ള മുംബൈ മസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച രണ്ടാമത്തെ കപ്പലാണ് ഉദയഗിരി. ഈ രണ്ട് കപ്പലുകളും ഒരേ സമയം നീറ്റിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ നേവിയുടെ കരുത്ത്, ആധുനിക സാങ്കേതിക വിദ്യയുടെ ശക്തി, ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമെന്നർത്ഥം. കാരണം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ കരസേനയുടെയും വ്യോമസേനയുടെയും കരുത്ത് ലോകം ഏതാണ്ട് കണ്ടതാണ്. പക്ഷേ നാവികസേനയുടെ കരുത്ത് കണ്ടിരുന്നില്ല. ഇതേ നാവികസേനയുടെ കപ്പലുകൾ സമുദ്രത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അഗ്നി ഉൾപ്പെടെ പൃഥ്വി ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ പരീക്ഷണമൊക്കെ നടത്തി. ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ നേവി തന്നെ പുറത്തുവിടുകയും ചെയ്തു. തുടർന്ന് കറാച്ചി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരത്തെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ ആ നഗരത്തെ നശിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ നേവി സജ്ജമാക്കിയിരുന്നു. വളരെ പെട്ടെന്ന് വെടിനിർത്തൽ വന്നതോടുകൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ നേവിയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അമേരിക്കയും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമൊക്കെ പുലർത്താൻ ശ്രമിക്കുന്ന ചൈനയുമൊക്കെ ഉറ്റുനോക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും സമുദ്രമേഖലയിൽ ചൈന ആധിപത്യം പുലർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെ തകർക്കാനായിട്ടാണ് ക്വാഡ് എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ച് അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും ചേർന്ന് ഇടയ്ക്ക് നാവിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ ഓസ്ട്രേലിയയ്ക്കും ജപ്പാനുമൊക്കെയാണ് വലിയ ശക്തിയെന്നാണ് ലോകം കരുതിയതെങ്കിൽ ഇന്ത്യ ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ സമയം രണ്ട് യുദ്ധക്കപ്പലുകൾ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിർമ്മിച്ച് ഒരേ സമയം കമ്മീഷൻ ചെയ്ത് നമ്മൾ സമുദ്രത്തിലേക്ക് ഇറക്കുന്നു. അതായത് ഇന്ത്യൻ നേവിയുടെ കരുത്ത് വ്യത്യസ്ത കപ്പൽശാലകളിൽ നിർമ്മിച്ച ഈ കപ്പലുകളിലൂടെ പുറത്തേക്ക് അറിയിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പം മുംബൈയിലെ മസഗോൺ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിച്ച ഈ ഉദയഗിരി എന്ന് പറയുന്ന കപ്പൽ ജൂലൈ 1 തന്നെ നേവിക്ക് കൈമാറി. തുടർന്ന് സമുദ്ര പരീക്ഷണങ്ങളൊക്കെ അവർ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രൊജക്റ്റ് 17A ക്ലാസ് എന്ന് പറയുന്ന നീലഗിരി ക്ലാസ്സിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ ഷിപ്പ് കൂടിയാണിത്. അപ്പോൾ പാരമ്പര്യേതരമായിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ഈ കപ്പലുകളിലൂടെ സാധിക്കും. അതായത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 76 MMR ഗണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട്, 30 mm, അതുപോലെ തന്നെ 12.7 mm ക്ലോസ് ഇൻ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ആൻറ്റി സബ്മറൈൻ ആയുധങ്ങൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ആയുധ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അധികം യുദ്ധക്കപ്പലുകൾ, അതുപോലെ തന്നെ നമ്മുടെ INS നിസ്നാർ പോലെയുള്ള മറ്റ് ചില കപ്പലുകൾ, ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവയുടെ നിർമ്മാണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ തദ്ദേശീയമായി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നു. അപ്പം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതാണ്ട് 200ഓളം ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പുറത്തിറക്കിയ ചില കപ്പലുണ്ട്. ഇപ്പോൾ ഡെസ്ട്രോയറായ INS സൂറത്ത്, അതുപോലെ തന്നെ ഫ്രിഗേറ്റായ INS നീലഗിരി, INS വാക്ഷീർ, അതുപോലെ തന്നെ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിസ്നാർ, ഇവയുടെ തദ്ദേശീയമായ ഈ പ്ലാറ്റ്ഫോമുകൾ കമ്മീഷൻ ചെയ്തതിന് പിന്നാലെ നമ്മൾ ഉദയഗിരിയും ഹിമഗിരിയും കൂടി ഈ പറയുന്ന കടലിലേക്ക് ഇറക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഭാഗത്തു നിന്ന് നമുക്കൊരു ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ കടൽ മാർഗമുള്ള ഭീഷണികളെ അതിജീവിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർസോണിക് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവയുൾപ്പെടെയുള്ള സൂപ്പർസോണിക് ആയുധങ്ങൾ, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ കപ്പലുകളിൽ ഉണ്ടാകും. അപ്പം പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പറയുന്നു, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ 77% പിന്തുണ
ഒപ്പം സ്വകാര്യ മേഖലയുടെ 23% പിന്തുണ. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ കപ്പൽ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ആധുനിക സാങ്കേതിക വിദ്യയെ മുറുകെ പിടിച്ചുകൊണ്ട് പാരമ്പര്യ ഘടകങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മളുടെ നിർമ്മാണ പ്രക്രിയ പോകുന്നത്. അപ്പം ഇതേ ക്ലാസ്സിലുള്ള കപ്പലുകൾ നമ്മൾ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നേവി ഡിസൈൻ ചെയ്യുന്ന 100ാമത്തെ യുദ്ധക്കപ്പൽ എന്ന വിശേഷണവും ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാഖപട്ടണത്തുള്ള നമ്മുടെ നേവൽ ഡോക്യാർഡിലേക്ക് അടുത്തയാഴ്ച നേരിട്ടെത്തി ഈ കപ്പലുകളുടെ കമ്മീഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സതേൺ കമാൻഡ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ നേവൽ കമാൻഡാണ് ഇക്കാര്യങ്ങൾ ലോകത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉദയഗിരിയെയും അതുപോലെ തന്നെ ഹിമഗിരിയെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാരനിറമുള്ള ഈ 2 യുദ്ധക്കപ്പലുകൾക്ക് സമുദ്രത്തെ എങ്ങനെ അടക്കി വാഴാൻ കഴിയും എന്ന് ഇനി വരും കാലങ്ങളിലാണ് ഇത് തെളിയിക്കേണ്ടത്. അപ്പം 4000ത്തോളം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ട് ഈ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലൂടെ തൊഴിൽ ലഭിച്ചു. 10,000ത്തോളം ആളുകൾക്ക് പരോക്ഷമായും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലൂടെ തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ സമുദ്ര പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന് ഈ യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണത്തിലൂടെ രാജ്യം സുപ്രധാനമായ നീക്കം നടത്തുന്നു. അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കപ്പൽ നിർമ്മാണ മേഖലയിൽ തദ്ദേശീയമായ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. അതായത് തദ്ദേശീയമായി ഇന്ത്യക്കാരുടെ ഒരു ഡിസൈൻ കപ്പലുമായി ബന്ധപ്പെട്ട് ആ ഡിസൈൻ അനുസരിച്ച് ഇന്ത്യയിലെ തന്നെ 2 കപ്പൽ നിർമ്മാണശാലകളിൽ ഇന്ത്യക്കാർ ചേർന്ന് ഈ കപ്പൽ നിർമ്മിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഇന്ത്യക്കാരാണ് കപ്പലിലെ ജോലിക്കാരായിട്ട് എത്തുന്നത്. അവർ ഇന്ത്യയിലെ സമുദ്രത്തെ സംരക്ഷിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ തദ്ദേശീയമായിട്ട് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അപ്പം എവിടെ വേണമെങ്കിലും ഈ അത്യന്താധുനിക യുദ്ധക്കപ്പലുകൾ എത്തിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ഞെളിഞ്ഞു നിന്ന് പറയുന്നു എന്ന് വേണം ഇതിനെ പറയാൻ. ഇതിനൊക്കെ ഒരു ഗുണം ആയി വന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, അതുപോലെ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രോജക്റ്റുകളിലൂടെ ഇന്ത്യയിലെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, അതായത് തദ്ദേശീയമായി ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കണം. ഇനി നമ്മൾ അത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ പുറമേ നിന്ന് വാങ്ങുന്നില്ല എന്നും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഇന്തോനേഷ്യയിലേക്കും മറ്റും നമ്മുടെ 3 യുദ്ധക്കപ്പലുകൾ പോവുകയും അവിടെ സംയുക്ത നാവിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇപ്പോൾ സമുദ്രമേഖലയിൽ ഏതെങ്കിലും രാജ്യം ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു അനുവാദം ചോദിക്കണം എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്കറിയാം, ശ്രീലങ്കയിൽ പാകിസ്ഥാൻ ചില നാവിക അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടെങ്കിലും ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ചുരുക്കം പറഞ്ഞാൽ ഉദയഗിരി, ഹിമഗിരി തുടങ്ങിയ ആധുനിക യുദ്ധക്കപ്പലുകൾ നമ്മൾ നീറ്റിലിറങ്ങുന്നതോടുകൂടി സമുദ്രമേഖലയിലെ ഇന്ത്യയുടെ കരുത്ത് അല്ലെങ്കിൽ ആധിപത്യം കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.